ഭാരതീയ ഔഷധ പരിപാലന സമിതിയുടെ സുഹൃത്തുക്കളുടെ വേണ്ടി ഇന്ന് ഞാൻ സമർപ്പിക്കുന്നത് മുള്ളൻചീര എന്നാണ്. ഇതിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നതാണ്, ഇപ്പോൾ നഷ്ടപ്പെട്ടു പോയിരുന്നു. അപ്പോൾ ഞാനിത് പ്രത്യേകം കാണിക്കുന്നത്, ഇതിൻ്റെ മുള്ള് പ്രത്യേകം കാണിക്കുന്നുണ്ട്. അതിനാണ് ഞാനിത് അടുത്ത് കൊടുത്തിട്ട് എടുക്കുന്നത്. ചീര എൻ്റെ അടുത്ത് നിന്ന് പോയിരുന്നു. അപ്പോൾ ഞാൻ രണ്ടാമത് ഒരു ഭാഗത്തു നിന്ന് സംഘടിപ്പിച്ചിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇങ്ങനെ മുള്ളായിരിക്കും, നല്ല മുള്ള. അത് പറിച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ട് വരും. നല്ല മുള്ളുണ്ട്, നല്ല കൂർത്ത മുള്ള, സൂചിമുന പോലെയുള്ള. അപ്പോൾ ഇതിൻ്റെ ഔഷധ ഗുണം ആണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇത് പിന്നെ സമൂലം ഔഷധമാണ്. ഈ പിന്നെ വിളർച്ചക്ക് ഇത് നല്ല റിസൾട്ടാണ്. നല്ല ഗുണം ചെയ്യുന്നുണ്ട് വിളർച്ചക്ക്. പിന്നെ ഈ പൊള്ളിയ ഭാഗത്ത് ഇവ സമൂലം അരച്ച് തേക്കാറുണ്ട്. പിന്നെ ഈ മൂത്രം ഒഴിക്കാനുള്ള ബുദ്ധിമുട്ട്, മൂത്രക്കടച്ചിൽ, മൂത്രം പോകുന്നില്ല, ചുട്ടുനീറ്റൽ, അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിലൊക്കെ ഈ ചീര നല്ല റിസൾട്ട് നമ്മൾ കൊടുത്ത് പരിചയമുള്ളതാണ് എനിക്ക് ഇത് പിന്നെ അതേപോലെ തന്നെ ഈ അമിതമായിട്ടുള്ള നീറ്റലുണ്ടാവും. മൂത്രം ഒഴിക്കണം തോന്നുന്ന മൂത്രമാണ് പോവില്ല. അപ്പോൾ ഒരു നീറ്റൽ വരും. അപ്പോൾ അസഹ്യമായ വേദന. ഇതൊക്കെ ശരിക്കും ഭക്ഷണമാണ് മരുന്ന് എന്ന് പറയുന്നത് ഇതാണ്. ഇത് നേരിട്ട് ഇപ്പോൾ ആരും പഠിക്കാൻ, വൈദ്യന്മാരൊക്കെ തന്നെ ഔഷധങ്ങളെ നേരിട്ട് പഠിക്കാൻ എന്തൊരു ചെറിയ മടി കാണുക. അതാണ് ഇപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ. അപ്പോൾ എല്ലാവരും തന്നെ ഇത് എവിടെയെങ്കിലും കാണുന്നത് കുപ്പയിലൊക്കെ നിൽക്കുന്നതാണ്. പിന്നെ നമ്മളെ ശരീരത്തിനാണ് നമ്മൾ പ്രതിരോധം ഉണ്ടാക്കേണ്ടത്. ആ പ്രതിരോധം ശരീരത്തിനുണ്ടെങ്കിൽ പിന്നെ വൈറസിൻ്റെ അണുവിനെ നമുക്ക് ചെറുക്കാൻ കഴിയുമെന്നുള്ള സത്യം നമ്മൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം. അപ്പോൾ ഇത് എല്ലാവരുടെ വീട്ടിലും ഇതിങ്ങനെ വഴിയിലൊക്കെ കാണുകയാണെങ്കിൽ പറിച്ചിട്ട് നമ്മൾ ഔഷധ സമിതിയുടെ അംഗങ്ങൾ വീട്ടിൽ ഉണ്ടാക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ഔഷധ സമിതിക്ക് വേണ്ടി ഷെരീഫ് പാറൽ. ഓക്കെ.